അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ്. നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് കേന്ദ്ര സർക്കാരിന്റെ ആദരവ്. നമ്മൾ കാത്തിരുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത്തെ ഗഡു 2000 രൂപ ഈ മാസം നവംബർ 19 ബുധനാഴ്ച വിതരണം ചെയ്യും. ഏകദേശം 8 കോടിയിലധികം വരുന്ന കർഷകർക്ക് 18,000 കോടി രൂപയാണ് വിതരണം ചെയ്യുന്നത്. എല്ലാ കർഷകരും കാത്തിരിക്കുന്നതാണ്. അപ്പൊ മറക്കണ്ട, വരുന്ന 19 നവംബർ 19 ബുധനാഴ്ച 21ാമത്തെ ഗഡു നമുക്ക് ലഭിക്കും. മറ്റൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തെ പെൺമക്കൾക്ക് വിവാഹ ധനസഹായമായി 70,000 രൂപ സർക്കാർ സൗജന്യമായി നൽകാൻ പോവുകയാണ്. മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ഏർപ്പെടുത്തുന്ന മംഗല്യ സമുന്നതി എന്ന ജനപ്രിയ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ആരംഭിച്ചിരിക്കുകയാണ്. നവംബർ 19 തീയതി വരെ അപേക്ഷിക്കാനാവും. ഓഫ്ലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അതായത് അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം തപാലിൽ മുന്നോക്ക സമുദായ കോർപ്പറേഷന്റെ തിരുവനന്തപുരത്തേക്കുള്ള അഡ്രസ്സിലാണ് അയക്കേണ്ടത്. നിലവിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള മുൻഗണനാ റേഷൻ കാർഡുള്ള കുടുംബങ്ങളിലെ വിവാഹം ചെയ്തു പോയിട്ടുള്ള, അതായത് ഈ വർഷം 2025 ജനുവരി 1 2025 ഒക്ടോബർ മാസം 31 വരെയുള്ള കാലയളവിൽ വിവാഹം ചെയ്തു പോയിട്ടുള്ളവർക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കും. മറ്റൊരറിയിപ്പ്, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ദയവായി ശ്രദ്ധിക്കുക. സംസ്ഥാന സർക്കാർ സാമൂഹ്യ നീതി വകുപ്പുമായി സംയോജിപ്പിച്ച് നടപ്പിലാക്കുന്ന ഈ 2 ക്ഷേമ പദ്ധതികളിലേക്കുള്ള രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വയോമധുരം, മന്ദഹാസം ഇവയാണ് ഈ ക്ഷേമ പദ്ധതികൾ. വയോമധുരം പദ്ധതി സൗജന്യമായി ഗ്ലൂക്കോമീറ്ററും ടെസ്റ്റ് സ്ട്രിപ്പും വിതരണം ചെയ്യുന്ന പദ്ധതിയാണ്. പ്രമേഹ രോഗത്തിന്റെ അളവ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് നിർണ്ണയിക്കാൻ സഹായിക്കും. അതോടൊപ്പം മന്ദഹാസം എന്ന പദ്ധതി കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. 10,000 രൂപ വരെ ഒരു വ്യക്തിക്ക് സർക്കാർ വക സൗജന്യമായി നൽകുന്നു. ഇതിലേക്കുള്ള രജിസ്ട്രേഷൻ BPL AY റേഷൻ കാർഡിലുള്ളവർക്ക് സാധിക്കും. സാമൂഹ്യ നീതി വകുപ്പിന്റെ സുനീതി പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. റേഷൻ കാർഡിന്റെ പകർപ്പ്, പ്രായം തെളിയിക്കുന്ന രേഖകൾ, മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ ഇവയൊക്കെ ഇതിനാവശ്യമായി വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവായി അറിയുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അവർക്കും ഉപകാരമാവട്ടെ.